അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 4 വെള്ളിയാഴ്ച. ദേശീയ ഏജൻസികൾക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിന്റെ പേരിലും ഗോദ്ര കലാപരംഗങ്ങൾ ഉൾപ്പെടുത്തിയതിന്റെ പേരിലും വിവാദമായ എമ്പുരാൻ സിനിമയുടെ സഹനിർമ്മാതാവ് കൂടിയായ ഗോകുലം ഗോപാലന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും ED പരിശോധന. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 5 റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചെന്നൈ കോടമ്പാക്കത്തെ ചിട്ടി സ്ഥാപനത്തിലും പരിശോധന നടക്കുന്നുണ്ട്. ഗോകുലത്തിന്റെ സ്ഥാപനങ്ങളിൽ തുടരുന്ന പരിശോധന ഫെമ PMLA ചട്ടലംഘനങ്ങളിലെന്ന് ED വ്യക്തമാക്കുന്നു. കോഴിക്കോട് അരയിടത്ത് പാലത്തുള്ള ഗോകുലം ഗ്രാൻഡ് കോർപ്പറേറ്റീവ് ഓഫീസിലും ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിലുമാണ് പരിശോധന നടക്കുന്നത്. 11:30 കൊച്ചി ED ഓഫീസിൽ നിന്നുള്ള സംഘം കോർപ്പറേറ്റ് ഓഫീസിലെത്തിയത്. ടാക്സി വാഹനങ്ങളിൽ ഗോകുലം ഹോട്ടലിലെത്തിയ ED ഉദ്യോഗസ്ഥർ പിന്നീട് ഗോകുലം മാളിലേക്കും പരിശോധനയ്ക്ക് പോവുകയായിരുന്നു. ഗോകുലം സ്ഥാപനങ്ങളിലെ ED റെയ്ഡ് എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാവെന്ന കാരണത്താലാണെന്ന് NK പ്രേമചന്ദ്രൻ. ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങളിലെ ED റെയ്ഡ് BJPയുടെ പകപോക്കൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നും ഫാസിസ്റ്റ് പ്രവണതയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. വഖഫ് നിയമ ഭേദഗതി ബിൽ പാസായത് നിർണായക നടപടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമൂഹിക നീതി, സുതാര്യത, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം എന്നിവയ്ക്ക് ശക്തി പകരുമെന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് ശബ്ദവും അവസരവും നൽകുമെന്നും പങ്കെടുത്തവർക്ക് നന്ദിയെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കോൺഗ്രസ് സുപ്രീംകോടതിയിലേക്ക്. വ്യവസ്ഥകൾ ഭരണഘടനാ വിരുദ്ധമെന്നും മതസ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് സുപ്രീംകോടതിയിലേക്ക് നീങ്ങുന്നത്. ഭൂരിപക്ഷമുണ്ടെന്ന ധാർഷ്ട്യത്തിൽ ഒരു മതവിഭാഗത്തെ ഒറ്റപ്പെടുത്തി നടത്തിയ നീക്കമാണെന്നും നിയമവിദഗ്ധരുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം ഹർജി ഫയൽ ചെയ്യുമെന്നും നേതൃത്വം അറിയിച്ചു. പൌരത്വ നിയമ ഭേദഗതി, ആരാധനാലയ സംരക്ഷണം, തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ഹർജികൾ തുടങ്ങിയവ വിശദീകരിച്ച് സുപ്രീംകോടതിയിൽ നീണ്ട നിയമയുദ്ധത്തിന് തയ്യാറാകുന്നുവെന്ന് ജയറാം രമേശ് എക്സിൽ കുറിച്ചു. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയതിനെതിരായ സർക്കാർ അപ്പീൽ ഹൈക്കോടതിയിൽ. മുനമ്പത്തെ നഷ്ടപരിഹാരത്തിന് പോംവഴികളുണ്ടെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഇതിൽ വ്യക്തത വരുത്തുന്നതിനാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത്. മുനമ്പത്തെ പ്രശ്നപരിഹാരത്തിന് ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തും. മുനമ്പത്തെ ഭൂമി ഏറ്റെടുക്കാനും സർക്കാരിന് അവകാശമുണ്ട്. ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് നടപടി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും സർക്കാർ ആവശ്യപ്പെടുന്നു. വഖഫ് നന്മയുള്ള സ്ഥാപനമാണെന്നും അതിലെ കിരാതമായ കാര്യങ്ങളാണ് അവസാനിപ്പിച്ചതെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അത് മുസ്ലിം സമുദായത്തിനും ഗുണം ചെയ്യുമെന്നും ബിൽ പാസായത് മുനമ്പത്തിനും ഗുണം ചെയ്യുമെന്നും ഒരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാവർക്കർമാരുമായി ഇനി ചർച്ച നടത്തേണ്ട കാര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. ആശമാർക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടുവെന്നും കമ്മിറ്റി തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു. എന്നാൽ പരമാവധി താഴ്ന്നത് തങ്ങളാണെന്ന് ആശമാർ പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി ഗൌരവതരമല്ലെന്ന നിലപാടിൽ CPM. പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനിടെ അനുമതി കൊടുത്തത് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണെന്നും നിയമപരമായ വഴിയിലൂടെ നിജസ്ഥിതി തെളിയിക്കാനാകുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാനുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തിയ നീക്കമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. പിണറായിയെ ലക്ഷ്യം വെച്ചാണ് ഈ നീക്കമെന്ന് പ്രകാശ് കാരാട്ടും ആരോപിച്ചു. തൃശൂർ പൂരം വെടിക്കെട്ട് പ്രതിസന്ധി പരിഹരിക്കാൻ ദേവസ്വം ഭാരവാഹികളുമായി സുരേഷ് ഗോപി വീണ്ടും ദില്ലിയിലേക്ക്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലുമായി ചർച്ച നടത്താൻ ദേവസ്വം ഭാരവാഹികളുമായി ദില്ലിക്ക് പോകുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. അടുത്ത തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിരിക്കും കൂടിക്കാഴ്ച നടത്തുക. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികളുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തും. കേന്ദ്ര സ്ഫോടക വസ്തു നിയമപ്രകാരം തൃശൂർ പൂരം വെടിക്കെട്ടിന് അനുമതി നൽകാനായില്ല. ഈ നിയമ ഭേദഗതിക്ക് വേണ്ടിയാണ് ദേവസ്വങ്ങൾ ശ്രമിക്കുന്നത്. വൃന്ദ കാരാട്ടിനും സുഭാഷിണി അലിക്കും പകരം CPM PBയിൽ
2 വനിതകളെ ഉൾപ്പെടുത്തുമെന്ന് പാർട്ടി വൃത്തങ്ങൾ. യു വാസുകി, കെ ഹേമലത, മറിയം ദൌലെ എന്നിവരിൽ 2 പേർ PBയിലെത്തും. അതേസമയം CPMലെ സ്ത്രീവിരുദ്ധ സമീപനങ്ങൾ അടങ്ങുന്ന സംഘടനാ റിപ്പോർട്ട് നേരത്തെ പുറത്തുവന്നിരുന്നു. മഹിളാ സംഘടനകളുടെ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനമായി കണക്കാക്കുന്നില്ല, സ്ത്രീകളുടെ പ്രവർത്തനം പാർട്ടി വില കുറച്ചു കാണുന്നു എന്നിങ്ങനെയാണ് വിമർശനങ്ങൾ. ഭരണനിരയിൽ മുന്നയും യൂദാസുമുണ്ടെന്ന് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി എഴുന്നേൽക്കുകയായിരുന്നുവെന്ന് ജോൺ ബ്രിട്ടാസ് MP. എമ്പുരാനിലെ മുന്നയോ യൂദാസോ സുരേഷ് ഗോപിയാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ അത് കേട്ടയുടൻ അത് താനാണെന്ന് സുരേഷ് ഗോപിക്ക് തോന്നി. കേരളത്തിൽ ഒരു സിനിമയും നിരോധിക്കണമെന്ന് താനോ CPMോ പറയില്ലെന്നും സുരേഷ് ഗോപിയോട് സഹാനുഭൂതിയും സ്നേഹവും മാത്രമാണ് ഉള്ളതെന്നും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പാർട്ടിയോ സർക്കാരോ പോലും ഗൌരവമായി കാണുന്നില്ലെന്നും സുരേഷ് ഗോപിയെ എമ്പതിയോടെ കാണണമെന്നും ബ്രിട്ടാസ് പറഞ്ഞു. വഖഫ് ചർച്ചയിൽ കോൺഗ്രസിനെ വിമർശിച്ച് EK വിഭാഗം സമസ്ത മുഖപത്രമായ സുപ്രഭാതം. വിപ്പ് ലംഘിച്ച് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ എത്താതിരുന്നത് കളങ്കമായെന്നും മുസ്ലിങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങൾ BJP ബുൾഡോസർ ചെയ്യുമ്പോൾ പ്രിയങ്ക എവിടെയായിരുന്നു എന്ന ചോദ്യം നിലനിൽക്കും. പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് സംസാരിച്ചില്ലെന്ന ചോദ്യവും എക്കാലത്തും ഉയർന്നു നിൽക്കുമെന്നും ഇനിയുള്ള നിയമരാഷ്ട്രീയ പോരാട്ടത്തിൽ ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടാകുമെന്ന നോട്ടത്തിലാണ് ഇന്ത്യയെന്നും മുഖപ്രസംഗത്തിൽ പരാമർശമുണ്ട്. പാർട്ടി കോൺഗ്രസിൽ നിന്ന് വിദേശ മലയാളിയെ പുറത്താക്കിയ സംഭവത്തിൽ വിശദീകരണവുമായി ലണ്ടനിലെ AIC. രാജേഷ് കൃഷ്ണയെ പുറത്താക്കിയത് കേന്ദ്ര കമ്മിറ്റിയെന്നാണ് ലണ്ടനിലെ പാർട്ടി ഘടകത്തിൽ വിശദീകരണം. രാജേഷ് കൃഷ്ണയ്ക്കെതിരെ പരാതിയുണ്ടെങ്കിൽ അത് പരിശോധിച്ച് നടപടിയെടുക്കാൻ അധികാരം കേന്ദ്ര കമ്മിറ്റിക്കാണ്. അത് ഞങ്ങൾ മാനിക്കുന്നുവെന്നും AIC വ്യക്തമാക്കുന്നു. രാജേഷ് കൃഷ്ണയ്ക്കെതിരെ തങ്ങളുടെ മുന്നിൽ പരാതിയില്ലെന്നും ബ്രിട്ടൻ പാർട്ടി ഘടകം വ്യക്തമാക്കി. വയനാട്ടിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നത് കണക്കിലെടുത്ത് വിനോദസഞ്ചാരികൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത പ്രദേശങ്ങളിലേക്ക് പോകുന്നതിന് കർശന വിലക്ക് ഏർപ്പെടുത്തി പോലീസ്. വിനോദസഞ്ചാരികൾ സ്വന്തം നിലയ്ക്കോ താമസിക്കുന്ന റിസോർട്ടുകളുടെ വാഹനങ്ങളിലോ ദുരന്ത മേഖലയിലേക്ക് കടക്കാൻ പാടില്ലെന്നാണ് ജില്ലാ പോലീസ് മേധാവി തപോഷ് ബസുമതാരിയുടെ കർശന നിർദ്ദേശം. അതിക്രമിച്ച് കടക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും തപോഷ് ബസുമതാരി അറിയിച്ചു. കേരള സിലബസിൽ മിനിമം മാർക്ക് സമ്പ്രദായം അനുസരിച്ചുള്ള 8ാം ക്ലാസ് പരീക്ഷാഫലം നാളെ. മൂല്യനിർണ്ണയം പൂർത്തിയാക്കി ഇന്നാണ് അധ്യാപകർ ഉത്തരക്കടലാസുകൾ സ്കൂളുകളിലെത്തിക്കേണ്ടത്. ഓരോ വിഷയത്തിലും 30% മാർക്ക് നേടാത്ത വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷ എഴുതേണ്ടിവരും. ഇവർക്ക് ഈ മാസം 8 മുതൽ 24 വരെയുള്ള ദിവസങ്ങളിൽ ക്ലാസുകൾ നടത്തിയ ശേഷം 25 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ പുനഃപരീക്ഷ നടക്കും. ഈ പരീക്ഷയുടെ ഫലം 30-ന് പ്രഖ്യാപിക്കും. കേരള സർവകലാശാലയിൽ MBA ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ ഉത്തരക്കടലാസ് നഷ്ടപ്പെടുത്തിയ അധ്യാപകൻ ഹാജരായി വിശദീകരണം നൽകി. ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെടുത്തിയത് മനഃപൂർവ്വമല്ലെന്നും പേപ്പറുകൾ നഷ്ടപ്പെട്ട ഉടൻ പോലീസിനെ പരാതി നൽകിയെന്നും വിശദീകരണത്തിൽ പറയുന്നു. അധ്യാപകൻ ജോലി ചെയ്യുന്ന പൂജപ്പുര ICM ഡയറക്ടറിൽ നിന്നും സർവകലാശാല വിശദീകരണം തേടും. ഇതിനുശേഷം പരീക്ഷാ കൺട്രോളർ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും. NDA നേതാക്കളായ രാജീവ് ചന്ദ്രശേഖറും തുഷാർ വെള്ളാപ്പള്ളിയും മുനമ്പം സമരപന്തലിൽ എത്തി ഭൂമി പ്രശ്നം നേരിടുന്ന 50 പേർക്ക് BJP അംഗത്വം നൽകി. റവന്യൂ അവകാശം ലഭിക്കും വരെ മുനമ്പം നിവാസികൾക്കൊപ്പമെന്നും വാക്കുതന്നാൽ പാലിക്കുന്നയാളാണ് നരേന്ദ്രമോദിയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. BDJSന്റെയും BJPയുടെയും പ്രവർത്തകർ ഇരുവരെയും സ്വീകരിച്ചു. പീച്ചി വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ട് വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കാൻ തീരുമാനം. പ്രാഥമികമായി 368 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ DPR തയ്യാറാക്കാൻ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനെ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗം ചുമതലപ്പെടുത്തി. മലപ്പുറം മഞ്ചേരിയിൽ SDPI പ്രവർത്തകരുടെ വീടുകളിൽ NIA റെയ്ഡ്. 5 വീടുകളിലാണ് NIA റെയ്ഡ് നടത്തിയത്. പുലർച്ചെ 3 മണിയോടെയായിരുന്നു റെയ്ഡ്. 4 പേരെ NIA കസ്റ്റഡിയിലെടുത്തു. ചേങ്ങര, മംഗലശ്ശേരി, കിഴക്കേത്തല, ആനക്കോട്ടുപുറം എന്നിവിടങ്ങളിലായിരുന്നു NIA റെയ്ഡ്.
തൃശൂർ കൊരട്ടി സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ നേർച്ച സമർപ്പിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പൂവൻകുലയും പട്ടും മധുരപലഹാരങ്ങളുമാണ് സുരേഷ് ഗോപി കൊരട്ടി മുത്തിക്ക് മുന്നിൽ സമർപ്പിച്ചത്. വൈദികൻ ശിരസിൽ കൈത്തൊട്ട് പ്രാർത്ഥിച്ചതിനു ശേഷമാണ് സുരേഷ് ഗോപി പള്ളിയിൽ നിന്നും മടങ്ങിയത്. സുരേഷ് ഗോപിക്ക് മാതാവിന്റെ ചെറിയൊരു രൂപവും വൈദികൻ സമ്മാനിച്ചു. കൊല്ലം കടക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവഗാന വിവാദത്തിൽ ഗായകൻ അലോഷിയെ ഒന്നാം പ്രതിയാക്കിയത് കേസിനെ ദുർബലപ്പെടുത്താനെന്ന് ഹർജിക്കാരൻ വിഷ്ണു സുനിൽ പന്തളം. ക്ഷേത്ര ഉപദേശക സമിതിയെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയുമാണ് ആദ്യം പ്രതിയാക്കേണ്ടതെന്നും അവരുടെ ആരുടെയും പേരുപോലും എഫ്ഐആറിൽ ഇല്ലെന്നും ഉപദേശക സമിതിയിലെ കണ്ടാലറിയാവുന്ന രണ്ടുപേർ എന്നാണ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം തെന്നല ബാങ്ക് ക്രമക്കേടിൽ മുസ്ലിം ലീഗ് നേതാവ് ഉൾപ്പെടെ 8 പേർക്കെതിരെ കേസ്. മുൻ ബാങ്ക് പ്രസിഡന്റും ലീഗ് നേതാവുമായ NP കുഞ്ഞിമൊയ്തീൻ, ബാങ്ക് ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളുമായ മറ്റു 7 പേർക്കുമെതിരെയാണ് കോട്ടക്കൽ പോലീസ് കേസെടുത്തത്. മലപ്പുറം ജോയിന്റ് രജിസ്ട്രാർ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് കോട്ടക്കൽ പോലീസ് കേസെടുത്തത്. അഴിമതി ആരോപണത്തെ തുടർന്ന് ബാങ്ക് ഭരണസമിതി രാജിവെച്ചിരുന്നു. കേരളത്തിൽ ഏപ്രിൽ 6 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കുകിഴക്കൻ അറബിക്കടലിനു മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ചക്രവാത ചുഴിയിൽ നിന്നും തെക്കൻ കേരളത്തിന് മുകളിൽ വരെ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടു. അതോടൊപ്പം അറബിക്കടലിൽ നിന്നും ബംഗാൾ ഉൾക്കടലിൽ നിന്നും വരുന്ന കാറ്റിന്റെ സംയോജന ഫലമായി ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് അറിയിപ്പ്. മലയാള സിനിമയിലെ മുതിർന്ന നടൻ രവികുമാർ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. 70കളിലും 80കളിലും ബിഗ് സ്ക്രീനിലെ ശ്രദ്ധേയ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. ഇന്ന് രാവിലെ 9 മണിയോടെ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. അനുപല്ലവി, അവളുടെ രാവുകൾ, അങ്ങാടിയടക്കം നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാറും. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. 3 മാസത്തിനിടെ അബുദാബി അഗ്രികൾച്ചർ ആൻഡ് സേഫ്റ്റി അതോറിറ്റി അടച്ചുപൂട്ടിയത് 7 റെസ്റ്റോറന്റുകളും ഭക്ഷണശാലകളും. ഭക്ഷ്യസുരക്ഷാ സംവിധാനം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ പരിശോധനകളുടെ ഭാഗമായാണ് നിയമലംഘനം കണ്ടെത്തിയ റെസ്റ്റോറന്റുകൾ അടച്ചുപൂട്ടിയത്. പൊതുജനാരോഗ്യത്തിന് ദോഷകരമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അധികൃതർ ഈ സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. മുന്നറിയിപ്പ് നൽകിയിട്ടും നിയമലംഘനം തുടർന്നതോടെയാണ് അടച്ചുപൂട്ടൽ നടപടിയിലേക്ക് കടന്നതെന്ന് അബുദാബി കൃഷി ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി അറിയിച്ചു. സൗദി അറേബ്യയിൽ ഭൂചലനം. ദമാമിന് സമീപമുള്ള ജുബൈലിലാണ് ഭൂചലനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ 4.4 തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കിഴക്കൻ പ്രവിശ്യയായ ജുബൈലിൽ നിന്ന് 41 കിലോമീറ്റർ വടക്കുകിഴക്കായുള്ള സമുദ്രത്തിലാണ് ഇതിന്റെ ഉത്ഭവമെന്ന് ജർമ്മൻ റിസർച്ച് സെന്റർ ഫോർ ജിയോ സയൻസ് അറിയിച്ചു. സംഭവത്തിൽ നാശനഷ്ടങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഫോബ്സിന്റെ ലോക ശതകോടീശ്വര പട്ടികയിൽ ഏറ്റവും സമ്പന്നനായ മലയാളിയായി പ്രവാസി വ്യവസായിയും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ MA യൂസഫലി. ഇന്ത്യക്കാരിൽ 32ാം സ്ഥാനത്താണ് MA യൂസഫലി. ലോക സമ്പന്ന പട്ടികയിൽ 639ാം സ്ഥാനത്താണ് അദ്ദേഹം. $34,200 കോടി ആസ്തിയുമായി ടെസ്ല, സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്ക് ലോകസമ്പന്നരിൽ ഒന്നാമതെത്തി. $21,600 കോടി ആസ്തിയുമായി മെറ്റ മേധാവി മാർക്ക് സക്കർബർഗാണ് രണ്ടാമത്. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾ കുറഞ്ഞ വേതനമുള്ള ഡെലിവറി ജോലികളിൽ തൃപ്തരാകുന്നതിനേക്കാൾ സാങ്കേതിക പുരോഗതി ലക്ഷ്യമിടണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ദില്ലിയിൽ നടന്ന സ്റ്റാർട്ടപ്പ് മഹാകുംഭ് 2025 സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. രാജ്യത്തെ സ്റ്റാർട്ടപ്പ് മേഖല ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നതുപോലെയുള്ള ചെറുകിട ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലെ ആശങ്കയും കേന്ദ്രമന്ത്രി സ്റ്റാർട്ടപ്പ് മഹാകുംഭിൽ വിശദമാക്കി. വേതനം കുറവുള്ള ഡെലിവറി ബോയ്, ഡെലിവറി ഗേൾ ജോലികളിൽ സന്തോഷം കണ്ടെത്താനാണോ ശ്രമിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി ചോദിച്ചു. 200 ഇന്ത്യക്കാർ ഉൾപ്പെടെ 250 യാത്രക്കാർ തുർക്കിയിലെ വിമാനത്താവളത്തിൽ കുടുങ്ങിയിട്ട് 40 മണിക്കൂറായെന്ന് റിപ്പോർട്ടുകൾ. ലണ്ടനിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട വിമാനം തുർക്കിയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയതോടെയാണ് യാത്ര അനിശ്ചിതത്വത്തിലായത്.
യാത്രക്കാരിൽ ഒരാൾക്ക് പാനിക് അറ്റാക്ക് വന്നതോടെയാണ് വിമാനം ഇറക്കിയത്. മതിയായ സൌകര്യങ്ങളില്ലാത്ത വിമാനത്താവളത്തിൽ ഇറക്കുന്നതിനിടെ വിമാനത്തിന് സാങ്കേതിക തകരാർ സംഭവിച്ചു. യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് ആദ്യ പരിഗണനയെന്നും യാത്രക്കാർക്കുണ്ടായ അസൌകര്യത്തിൽ ആത്മാർത്ഥമായി ഖേദിക്കുന്നുവെന്നും വിമാന കമ്പനി അറിയിച്ചു. റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറിയ സ്വർണ്ണവിലയിൽ ഇന്ന് കനത്ത ഇടിവ്. ചരിത്രത്തിലാദ്യമായി പവന് ഒറ്റയടിക്ക് 1280 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 68,000-ൽ താഴെയെത്തി. 67,200 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 160 രൂപയാണ് കുറഞ്ഞത്. 8,400 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഇന്നലെ 68,480 രൂപയായി ഉയർന്ന് സ്വർണവില പുതിയ ഉയരം കുറിച്ചിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനി. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.